100% ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയില്ല. അതാണ് അതിൻ്റെ സത്യം. 100% ഒരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആവുകയാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഉന്നതങ്ങളിലിരിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അത്രയേറെ ഉയർന്നു വരണം, മാനസികമായിട്ട് അത്രയേറെ ഉയർച്ചയുള്ള ആൾക്കാരാണ് ഒരു പ്യുവർ കമ്മ്യൂണിസ്റ്റായി മാറുന്നത്. ഇതാണല്ലോ അതിൻ്റെ സങ്കല്പതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ആശയം പോലെ ഒരു മഹത്തായ ആശയം ലോകത്ത് വേറെ ഇല്ല. അതിൻ്റെ കൺസെപ്റ്റ് എല്ലാ മനുഷ്യനും തുല്യതയോടുകൂടി പിന്നെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പമാണല്ലോ. എല്ലാ മനുഷ്യനും സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയും ഉയർന്ന് ചിന്തിക്കുകയും ഭരണകൂടം പോലും ഇല്ലാതെ ആകുന്ന ഒരു അന്തരീക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് കമ്മ്യൂണിസം. അപ്പോൾ ഓരോ മനുഷ്യനും ഉയർന്നു വരിക, പ്യൂരിഫൈ ചെയ്യുക, അവനവന് വേണ്ടത് അവനവൻ പിന്നെ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത ജീവിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ. എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാത്തൊരു സമൂഹം. അപ്പോൾ ആ സമൂഹം എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ ഉൽപ്പന്നമാണ്. അപ്പം അത്ര കണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഓരോ വ്യക്തികൾക്കും അത്യുന്നതങ്ങളിലെത്താൻ, കമ്മ്യൂണിസത്തിൻ്റെ അത്യുന്നതങ്ങളിലെത്താൻ പലർക്കും അല്ലെങ്കിൽ നമുക്കൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ കുറേ കാലം പിടിക്കും തോന്നുന്നു. മനുഷ്യൻ അത്രയേറെ പ്യൂരിഫൈ ചെയ്ത് വരണമെങ്കിൽ വരുമായിരിക്കും. കാരണം ഓരോ കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ടാണല്ലോ സമൂഹത്തിന് വളർച്ചയിലെത്തിയത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള സെൽഫിഷ്നെസ് കുറഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു സങ്കല്പം അതാണ്. സെൽഫിഷ്നെസ് പൂർണ്ണമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഏറെ ചർച്ച ചെയ്യുമ്പോൾ അവസാനം വരുമ്പോൾ നമ്മളിലേക്ക് ചുരുങ്ങും. അങ്ങനെ സെൽഫിഷ്നെസ് ഇല്ലാത്തൊരു സൊസൈറ്റിയെക്കുറിച്ചും കൂടിയുള്ള സങ്കല്പമാണല്ലോ. അത് പെട്ടെന്ന് വരണമെങ്കിൽ മനുഷ്യൻ കുറേ കൂടി പ്യൂരിഫൈ ചെയ്യണം. ഓരോ മനുഷ്യനും പ്യൂരിഫൈ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ലെവലിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കഴിയുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു ദിവസം എത്തില്ല. പക്ഷേ ഇന്നത്തെ അന്തരീക്ഷത്തിൽ അത് ഒരു പക്ഷേ സാധ്യമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ സാർ വിശ്വസിക്കുന്ന കമ്മ്യൂണിസം ഇപ്പോഴും റിലവൻ്റ് ആണ് ഈ മോഡേൺ സൊസൈറ്റിയിൽ? റെലവൻ്റ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ റെലവൻ്റ് അല്ലെന്ന് തോന്നിയാലും സമൂഹത്തിന് അവിടെ നിൽക്കാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഏത് സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനുഷ്യന് കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എത്ര സെൽഫിഷ്നെസ് കാണിച്ചാലും എത്ര സമ്പാദിച്ചാലും അതൊന്നും ശാശ്വതമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെത്തുമ്പോഴാണ് ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ കോവിഡ്-19 വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യനിൽ കുറച്ച് സ്വാർത്ഥത കുറഞ്ഞല്ലോ. കൊറോണ പോയപ്പോൾ വീണ്ടും വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ കൊറോണ വരുന്നത് അവിടെ ഒരു സമുദ്ധാധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നുണ്ട്. ഞാൻ കൊറോണയെക്കുറിച്ച് ഞാൻ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു ഈക്വാലിറ്റിയുടെ ഒരു സന്ദേശം അവിടെ വരുന്നുണ്ട്. കൊറോണ പിടിച്ചത് പണക്കാരനെ പിടിക്കാതിരുന്നില്ലല്ലോ, പാവപ്പെട്ടവനെ പിടിക്കാതിരുന്നില്ല. അല്ലെങ്കിൽ കറുത്തവെന്നോ വെളുത്തവെന്നോ ആണെന്നോ പെണ്ണെന്നോ ജാതിയോ മതമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെന്നോ അല്ലെങ്കിൽ ഉയർന്ന കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ കൂരയിൽ താമസിക്കുന്നവരോ ഒന്നും വ്യത്യാസം ഉണ്ടായില്ല. അപ്പോൾ കൊറോണ ഒരു ദുരന്തം വല്ലാത്ത ഉണ്ടാക്കിയെങ്കിലും ഇപ്പുറത്ത് അതൊരു ഈക്വാലിറ്റിയുടെ സന്ദേശം നമുക്ക് മനുഷ്യന് നൽകുന്നുണ്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഈക്വാലിറ്റിയുടെ ഒരു സന്ദേശം ഉണ്ടായി. കൊറോണയ്ക്ക് ജാതിയില്ല, മതമില്ല, പ്രദേശമില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, പണക്കാരെന്നില്ല, പാവപ്പെട്ടവരെന്നില്ല. 1500 2000 കോടി രൂപയുടെ വീട് അല്ലെങ്കിൽ 3500 കോടി രൂപയുടെ വീട്ടിൽ കിടക്കുന്ന ആൾക്കും ഉണ്ടായി. നേരെ ഒരു കുടിൽ കിടക്കുന്ന ആൾക്കും കൊറോണ പിടിച്ചു. അപ്പോൾ അതൊരു എവിടെയോ ഒരു തുല്യതയുടെ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മളെല്ലാവരും ഒന്നായി ഒരു വിധം. അത് കഴിഞ്ഞപ്പോൾ മാറിയെങ്കിൽ പോലും ഞാനത് പറഞ്ഞ ഈ സൊസൈറ്റി കുറച്ചും കൂടി വളരുമ്പോൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാതെ ഇരിക്കില്ല. മനുഷ്യൻ എന്നും ഈ സ്വാർത്ഥതയും അതുപോലെ തന്നെ ഈ വെട്ടിപ്പിടുത്തവും മാത്രമാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും ആവശ്യമില്ലാതെ വരുന്ന ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ മനുഷ്യൻ ഉയരും എന്നാണ് തോന്നുന്നത്. ഉയരുന്ന ഒരു സങ്കല്പം ആണ്. മിനിസ്റ്ററെ പറ്റി ഇപ്പോൾ ഈ പറഞ്ഞ ചില ഡെഫിനിഷൻസ് ഉണ്ടല്ലോ, പ്യുവർ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെയുള്ള ഡെഫിനിഷൻസ് വരാൻ കാരണം പൊതുസമൂഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ഒരു പൊതുബോധമുണ്ട്.
അവർ ഭയങ്കര സിമ്പിളായിരിക്കണം, ഭയങ്കര ലളിതമായി ജീവിക്കണം, അല്ലെങ്കിൽ കട്ടൻ ചായയും പരിപ്പുവടയും തന്നെ കഴിച്ച് പാർട്ടി മീറ്റിങ്ങുകൾ നടത്തണം എന്നൊക്കെയുള്ളൊരു പൊതുബോധത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണോ ഇങ്ങനെ താങ്കൾ ഒരു പ്യുവർ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാനുള്ള കാരണം? അതെന്താ വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും ആ അന്നത്തെ ഓരോ സാമൂഹ്യ വ്യവസ്ഥയിലുണ്ടായ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണല്ലോ. ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി അവിടെ ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നാണല്ലോ നമ്മുടെ സങ്കല്പം. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് പുതിയൊരു സ്ഥാനം കൊണ്ടുവരാം. അപ്പം അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൻ്റെ തെറ്റായ വശങ്ങളുണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കുക എന്നാണ്. നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയുടെ കുറവ് മഹാഭൂരിപക്ഷം ദുരിതം സഹിക്കുകയാണ്, മഹാഭൂരിപക്ഷം കഷ്ടപ്പാട്, ഒരു ചെറു ന്യൂനപക്ഷം മാത്രമേ എല്ലാ സൗകര്യവും അനുഭവിക്കുന്നു. അപ്പോൾ അത് മാറ്റുക, അത് മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ആദ്യം. ഓരോ കമ്മ്യൂണിസ്റ്റ് ആശയം ഉടലെടുത്ത സ്ഥലങ്ങളിലെല്ലാം അതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയുടെ കുറവ് പരിഹരിച്ചുകൊണ്ട് അതിനെ പുതുക്കി പണിയാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ്. ആ ഇടപെടുമ്പോൾ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ അന്നത്തെ ആ സമൂഹം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ 30കളിൽ പോലും 1930കളിൽ പോലും നമ്മൾക്ക് ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നുള്ളൂ പലർക്കും. കൃഷ്ണപിള്ള സമരം ചെയ്യുന്ന സമയത്ത് പിന്നെ ഗുരുവായൂർ സമരം ചെയ്യുന്നത് അന്നൊക്കെ ഭൂരിപക്ഷ ആളുകൾക്കും ഓരോ ജോഡി ഡ്രസ്സാണ്. ഒരു ജോഡി ഡ്രസ്സ് പോലും ഇല്ലാത്ത ആളുകളാണ്, ഷർട്ട് ഇല്ലാത്ത ആളുകളാണ്, മുണ്ട് മാത്രം. പിന്നെ നാണം മറയ്ക്കാൻ പോലും അന്ന് കഴിയാത്ത ആളുകളുണ്ടായിരുന്നു. അങ്ങനൊരു സമൂഹത്തിലാണ് ആ കാലഘട്ടത്തിലെ ജീവിതം ഇപ്പോൾ വേണമെന്ന് പറയുന്നത്. സൊസൈറ്റിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ആ മനുഷ്യനും വരണമല്ലോ, അവരും പഴയ അവസ്ഥയിൽ കിടന്നാൽ പോരല്ലോ. എല്ലാ മനുഷ്യൻ്റെയും വിമോചനമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അന്ന് മുണ്ടുമില്ലാതെ ജീവിച്ച, അല്ലെങ്കിൽ ഒറ്റ മുണ്ടെടുത്ത് പ്രവർത്തിച്ച, അല്ലെങ്കിൽ കട്ടൻ ചായ, ഒരു ചായ പോലും കിട്ടാത്ത സമയത്താണ് കട്ടൻ ചായ കിട്ടിയത്. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത സമയത്താണ് ചായയും പരിപ്പുവടയും കിട്ടിയെന്ന് പറഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് ഏറ്റവും വലുതാണ്. ഒരു ജോഡി ഡ്രസ്സിന് പകരം 2 ജോഡി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സന്തോഷമായില്ലേ. ഒരു ജോഡി ഡ്രസ്സ് പോലും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് അന്ന് നമ്മളിത് വാദിച്ചത്. അത് ഓരോ ഘട്ടത്തിലിങ്ങനെ മാറി. അതിനർത്ഥം എല്ലാം മറ്റുള്ളവർ കഴിയുന്ന പോലെ കഴിയണമെന്നല്ല, കുറച്ച് മാറണമല്ലോ. ഒരാൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും മാറണമല്ലോ, കുറച്ച് ഡെവലപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഇപ്പം ഇപ്പോൾ ഈക്വാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഈക്വലാകുമ്പോൾ നമുക്കും ഈക്വലാവണ്ടേ, ആ ഒരു രീതിയിൽ വേണം. അല്ലാതെ പിന്നെ എക്കാലത്തും കട്ടൻ ചായയും പരിപ്പുടയും മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അതൊരു സാഡിസ്റ്റ് മനോഭാവം കൊണ്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ പഠിക്കുന്ന സമയത്ത് പിന്നെ ഡിഗ്രി പഠിക്കുമ്പോൾ 2 ജോഡി ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 2 ജോഡി ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതേ പാടുള്ളൂ എന്നിപ്പോൾ പറയാൻ പറ്റുമോ? അങ്ങനെ ചെറിയ ചേഞ്ചസ് വരണം. അപ്പോൾ നമ്മളൊരു സാമൂഹിക വ്യവസ്ഥ മാറ്റിമറിക്കുന്നതിൻ്റെ സന്ദേശം ഏറ്റെടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള താല്പര്യത്തിനോടുകൂടി നിൽക്കണം. നമ്മൾ അത് ചെയ്യാതെ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള അന്തരം വല്ലാതെ വർദ്ധിക്കാൻ പാടില്ല. നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെയായിരുന്നു. എന്താ വെച്ചാൽ പണ്ട് ഭയങ്കര എക്സ്പ്ലോയിറ്റേഷൻ അല്ലായിരുന്നു. അപ്പോൾ ആ എക്സ്പ്ലോയിറ്റേഷനെതിരായിക്കൊണ്ട് പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രധാനമായിട്ടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തനം വന്നതിന് ശേഷമാണ് പിന്നെ സത്യം പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളുകൾക്കൊരു ഭയം വരികയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെ വന്നതോടുകൂടി ലോകത്ത് തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വന്നു. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വന്നതിന് ശേഷം ലോകത്ത് നടന്ന മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടാൽ അത് മനസ്സിലാവും. 100 കണക്കിന് രാജ്യങ്ങൾ അടിമ രാജ്യങ്ങളായിരുന്നു. 1850കളിലൊക്കെ അടിമ രാജ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് കോളനി തന്നെ 100-ലധികം കോളനികളുണ്ടായിരുന്നു. ഓരോ സാമ്രാജ്യത്തിനും കോളനികളുണ്ടായിരുന്നു. അവിടെ അടിമകളെ പോലെയാണ് അവിടുത്തെ ആളുകളെ കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനൊരു പിന്നെ പുതിയ ആശയം വന്നതോടുകൂടി അതിനു വേണ്ടി, അതായത് ഈക്വാലിറ്റിക്ക് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, ചൂഷണത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശം അതിന് മുമ്പേ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവും പല ആശയങ്ങൾ. പക്ഷേ ഇത്ര ഇൻറ്റൻസീവായിട്ടുള്ളൊരു
ആശയം, ഈ എക്സ്പ്ലോയിറ്റേഷനെതിരായിക്കൊണ്ട് അല്ലെങ്കിൽ അസമത്വത്തിനെതിരായിക്കൊണ്ട് ഒരാശയം, വലിയൊരു ആശയമാണ് വന്നത് ലോകത്ത്. അത് ലോകത്താകെയുള്ള ഈ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കാൻ അധികം കാലം കഴിയില്ല എന്ന ചിന്തയിലേക്ക് പോയി. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ പരിഷ്കാരങ്ങൾ വരുത്താൻ നിർബന്ധിതമായി. ഒന്ന്, അവർ പഴയ രീതിയിൽ തന്നെ പോകാൻ പറ്റില്ല, ചെറിയ ചേഞ്ചസ് വരുത്തി. അപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ്റെ തോത് കുറച്ചു, അല്ലെങ്കിൽ അടിമകളാക്കി വെച്ചിരുന്നതിന് കുറച്ചൊക്കെ മോചനം കൊടുത്തു. ഞാൻ ടാൻസാനിയയിൽ ഒരിക്കൽ പോയി കഴിഞ്ഞപ്പോൾ അടിമ വ്യാപാരം നടത്തിയ സ്ഥലത്ത് പോയി. അത് കാടുകളിൽ നിന്ന് ഈ ആദിവാസി വിഭാഗത്തേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ കൊണ്ടുവന്ന് ലേലം ചെയ്ത് അവിടെ നിന്ന് തന്നെ കടലിൽ കപ്പലിൽ കയറ്റി കൊണ്ടുപോകായിരുന്നു. അങ്ങനെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അടിമക്കച്ചവടം, അതുപോലെ ചൂഷണം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുക, ഇഷ്ടം പോലെ വിൽക്കാം, അടിമകളെ വിൽക്കുന്ന സ്ഥിതി നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായി. കന്നുകാലികളെ കൊണ്ടുപോയി ചന്തയിൽ വിൽക്കുന്ന പോലെ തന്നെ മനുഷ്യനെ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അധിക കാലമൊന്നും ആയിട്ടില്ലല്ലോ മാറിയിട്ട്. അപ്പോൾ നമ്മുടെ വയനാട്ടിലൊക്കെ അങ്ങനെ പ്രത്യേക സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ആ എക്സ്പ്ലോയിറ്റേഷനെതിരായിക്കൊണ്ട് വലിയ ഒരു ആശയം തന്നെയാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ആശയം. അത് വന്നതോടുകൂടി ഈ അടിമത്ത രാജ്യങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. ബ്രിട്ടന് 100-ലധികം വരുന്ന അവരുടെ കോളനികൾ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. അതാത് രാജ്യങ്ങളിലെ ആളുകൾ സമരം ചെയ്തു, പ്രക്ഷോഭം ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും അതിനൊരു പ്രചോദനമായതും ഇവർക്ക് വിഡ്രോ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായതും ഇതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.